കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തിൽ കൃഷി ചെയ്താൽ കൂടുതൽ വിളവ് ലഭിക്കുന്ന പച്ചക്കറികൾ ഇപ്പോൾ നടണം. ചെറിയ രീതിയിൽ മഴ കിട്ടുന്ന ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് വെണ്ടക്കായ. വെണ്ടയുടെ വിത്തുകൾ പാകുന്നതിന് മുമ്പായി വെണ്ടയുടെ വിത്തുകൾ 2 മണിക്കൂർ നേരം സ്യൂഡോമോണാസ് ലായനിയിൽ ഒന്ന് മുക്കി വെക്കണം. അങ്ങനെ സ്യൂഡോമോണാസ് ലായനിയിൽ കുതിർത്തി വെച്ച വിത്തുകൾ നട്ടു കഴിഞ്ഞാൽ മുളച്ചു വരുന്ന തൈകൾക്ക് നല്ല രോഗപ്രതിരോധ ശക്തി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നല്ല വളർച്ചയും ഉണ്ടാവും. ഈ തൈകൾ ഞാൻ അതേപോലെ വിത്തുകൾ പാകി മുളപ്പിച്ച വെണ്ടയാണ്. അതിനു മുമ്പ് മുളപ്പിച്ച തൈകളെല്ലാം ഇപ്പോൾ വിളവെടുക്കാറായി തുടങ്ങി. യാതൊരു കീടശല്യവും അതുപോലെ ഇലചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യം ഒന്നും തന്നെ ഇതിനെ കാര്യമായി ബാധിച്ചിട്ടേ ഇല്ല. ചെറിയ രീതിയിൽ ഇലചുരുട്ടിപ്പുഴുവിൻ്റെ ഉപദ്രവം കാണാറുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അതിനെ നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്ക് കീടനാശിനിയൊന്നും ഇല്ലാതെ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. വെണ്ടയുടെ വിത്ത് പാകി കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് അവ മുളച്ചു വരും. തുടക്കത്തിലൊക്കെ അവർക്ക് വളമൊന്നും കൊടുക്കേണ്ട കാര്യമേ ഇല്ല. കാരണം നമ്മൾ പാകി മുളപ്പിച്ച് തന്നെ നല്ല പോട്ട് മിക്സിനകത്താണ്. 2 ആഴ്ച കഴിഞ്ഞാൽ വെണ്ട തൈക്ക് വളം കൊടുത്തു തുടങ്ങാം. 2 ആഴ്ചയിൽ ഒരിക്കൽ ജൈവ വളം നൽകാവുന്നതാണ്. ചാക്കിലോ ഗ്രോ ബാഗിലോ നിലത്തോ ഒക്കെ വെണ്ട കൃഷി ചെയ്യാവുന്നതാണ്. നല്ല ശ്രദ്ധയുണ്ടെങ്കിൽ ഒരു ദീർഘകാല വിള കൂടിയാണ് വെണ്ടക്കായ. ഇനി സെപ്റ്റംബർ മാസത്തിൽ കൃഷി ചെയ്താൽ കൂടുതൽ വിളവ് ലഭിക്കുന്ന മറ്റൊന്നാണ് പയർ. പയറിൽ നിന്നും 50-60 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുപ്പ് നടത്താൻ പറ്റും. പയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മാത്രമൊന്നുമല്ല, എല്ലാ മാസത്തിലും കൃഷി ചെയ്യാവുന്ന ഒന്നാണ്. പയറിൻ്റെ വിത്തുകൾ നമ്മൾ നേരിട്ട് മണ്ണിൽ പാകിയാണ് മുളപ്പിക്കാറ്. മഴക്കാലമാണെങ്കിൽ പയർ വിത്ത് പാകുന്നതിന് മുമ്പായി നനഞ്ഞ തുണിയിൽ ഇതേപോലെ പയർ വിത്തുകൾ കെട്ടിവെച്ചാൽ പെട്ടെന്ന് തന്നെ മുളച്ചു വരുന്നത് കാണാം. പയർ മുളച്ച് വള്ളി വീശി തുടങ്ങിയാൽ അതിന് പടർന്നു കയറാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതേപോലെയൊക്കെ വള്ളികൾ കെട്ടി കൊടുത്താൽ സൂപ്പറായി അതിലൂടെ പടർന്നു കയറും. പയറിൽ പൂവിട്ട് തുടങ്ങിയാൽ വളമിട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം. ഇതിലൊക്കെ അത്യാവശ്യം പയറുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പയർ ചെടി മുളച്ച് ഒരു 4 ഇല പ്രായമാകുമ്പോൾ അവർക്ക് വളമിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ പയർ ചെടികൾക്ക് ഖരാവസ്ഥയിലുള്ള വളത്തേക്കാൾ നല്ലത് ദ്രാവക രൂപത്തിലാക്കി കൊടുക്കുന്നതാണ്. ഓരോ മാസവും ചെടികൾക്ക് സ്യൂഡോമോണാസ് കൊടുക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ സെപ്റ്റംബറിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് തക്കാളി കൃഷി. നമ്മുടെ മുറ്റത്ത് തക്കാളി ഇങ്ങനെ ഉണ്ടായി പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയും സന്തോഷവും ഒക്കെയാണ്. അത് പഴുത്ത് കഴിഞ്ഞാലും അത് പൊട്ടിച്ചെടുക്കാൻ പോലും നമുക്ക് തോന്നില്ല. തക്കാളി വിത്തുകൾ നല്ല ഇനം വിത്തുകൾ നോക്കി അതുപോലെ തൈകളും നോക്കി വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സെപ്റ്റംബർ കൃഷിയിൽ നല്ല വിളവെടുക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് വഴുതന. വഴുതനയുടെ തൈ നടുമ്പോൾ നല്ല പോലെ തടമെടുത്ത് ചാണകപ്പൊടിയോ നമ്മുടെ ഏത് ജൈവവളമാണോ ഉള്ളത് അത് അടിവളമായി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തൈകൾ ഇളക്കി നടാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ല പോലെ വിളവ് ലഭിക്കുകയുള്ളൂ. വഴുതന പൂവിടാറാവുമ്പോൾ തണ്ടുകൾ വാടിപ്പോവുക, പുഴുശല്യം, വെള്ളീച്ച എന്നിവയുടെ അറ്റാക്ക് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിവേറിയ മണ്ണിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്യൂഡോമോണസ് അങ്ങനെ എന്തെങ്കിലും മണ്ണിലിട്ട് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ പടർന്ന് പന്തലിക്കുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ മാസം നടാവുന്നതാണ്. പാവല്, പടവലം, ചുരക്ക ഇവയൊക്കെ നല്ല പോലെ ഉണ്ടാകുന്ന സമയമാണ് സെപ്റ്റംബർ മാസം. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ കൃഷി ചെയ്താൽ കൂടുതൽ വിളവ് ലഭിക്കുന്ന മറ്റൊരു വിളയാണ് പച്ചമുളക്. തീർച്ചയായിട്ടും എല്ലാവരും പച്ചമുളക് നട്ടുപിടിപ്പിക്കണം. വിഷമില്ലാത്ത പച്ചമുളക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായി ശ്രമിക്കുക. കാന്താരി പോലെയുള്ള മുളക് നട്ടുപിടിപ്പിച്ചാൽ അധികം കീടശല്യം ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല ദീർഘകാല വിള തരുന്ന ഒന്നാണ് കാന്താരി മുളക്. നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളവും പച്ചക്കറി വേസ്റ്റും അതുപോലെ ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല പോലെ വളർന്നു വരും. അപ്പോൾ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഒരുക്കാത്തവരൊക്കെ ഇനിയും അധികം വൈകൂടാ. ഒരു മുളക്, കറിവേപ്പ്, മുരിങ്ങ ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അത്യാവശ്യമുള്ളതാണ്. ഒരു കറിവേപ്പിലേക്ക് വേണ്ടി കടകളിലേക്കും മറ്റ് വീടുകളിലേക്കും ഓടിപ്പോവാതെ കറിവേപ്പും അത്യാവശ്യ പച്ചക്കറികളൊക്കെ ഒന്ന് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.